ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇന്ന് ബേൺസ്ഡേയിൽ വരെ വന്നതാണ്. ബേൺസ്ഡേയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അജിത്ത് എന്ന് പറഞ്ഞ തൃശ്ശൂർക്കാരനൊരു പാർട്ടിയെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ RC മോഡൽ പ്ലെയിനുകൾ, അതുപോലെ തന്നെ ഈ കാണുന്ന കാറുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഹോബിയാണ് പുള്ളിക്ക്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ RC ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബിൽ പുള്ളി രജിസ്റ്റേർഡ് മെമ്പറാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇത് പറപ്പിക്കാനായിട്ട്. കാരണം ഇതൊക്കെ പോയി വേറെ വണ്ടിയിൽ ഇടിക്കുക, അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ ബോഡിയിൽ ഇടിക്കുകയൊക്കെ ചെയ്യുന്ന അപകടങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ലൈസൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അജിത്തെ, അപ്പൊ അജിത്തിനെ ഒന്ന് പരിചയപ്പെടാനായിട്ട് വന്നതാണ്. ഇതാണ് അല്ലേ നിങ്ങൾ ഉണ്ടാക്കിയാണോ ഇതെല്ലാം? ഓക്കെ. അപ്പൊ അജിത്തിനെ ആദ്യം ഒന്ന് പരിചയപ്പെട്ട. നാട്ടിലെവിടെയാ? തൃശ്ശൂര്. നിങ്ങൾ ചെറുപ്പം മുതലേ ഇത് ഒരു ക്രൈസ് ആയിരുന്നോ? ഭയങ്കരമായിട്ട് ക്രൈസ് ആയിരുന്നു പണ്ട് തൊട്ട്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അഴിച്ചു വഹിക്കും, പണി ഇതേപോലെ തന്നെ പണ്ടേ ഭയങ്കര ക്രൈസ് ആയിരുന്നു. എനിക്ക് എയർനോട്ടിക്കൽ പഠിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ കുറെ കോളേജിൽ പോയി +2 എനിക്ക് മാർക്ക് കുറവായിരുന്നു, കൊടുത്തൊരു അഡ്മിഷൻ കിട്ടില്ല. അപ്പൊ എനിക്ക് ഓട്ടോമൊബൈല് എന്റെ പ്രൊഫഷൻ ആക്കി എടുത്തു. പക്ഷെ ഞാൻ അത് വിട്ട് കളിക്കില്ല. ഞാൻ സൈഡിൽ കൂടെ ബുക്സ് ഒക്കെ വാങ്ങി പഠിച്ചു. ഇതൊരു സൈഡിൽ കൂടെ ഇതെല്ലാം ഉണ്ടാക്കിയല്ലേ? ഇത് കൂടാതെ പിന്നെ എന്തോ ഇതുപോലത്തെ കാറുകളോ? RC കാറുകളുണ്ട്. അത്ര എയർനോട്ടിക്കൽ എന്റെ മെയിൻ ആയിട്ടുള്ള. അല്ല, അതിനിപ്പോ ഇനിയാണെങ്കിലും ചെയ്യാമല്ലോ. ഓക്കെ. അപ്പൊ ഇതാണ് ലേസർ ഓക്കെ. അതിൽ നമ്മള് CAD-ലാണ്, പല സോഫ്റ്റ്വെയറിലുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ആവശ്യമുള്ള ഡിസൈൻ കട്ട് ചെയ്ത് തരും. നല്ല ആക്യുറസിയില്. ഇതൊക്കെ ഒത്തിരി വിലയുള്ളതാണോ ഈ മെഷീന്? മെഷീൻ 1000 അടുത്ത് വിലയുണ്ട്. ആണോ? ഓക്കെ 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 ഓക്കെ. ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ തന്നെ ചെയ്യുന്ന? അല്ല, ഇത് നമുക്ക് വാങ്ങാൻ പറ്റും. ചെലവ് കൂടുതലാണ്. പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത് പ്രോപ്പർ വുഡില് ഓൾറെഡി നമുക്ക് വാങ്ങാൻ കിട്ടും. ഓ ശരി. ഓക്കെ. നിങ്ങൾ സെറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട്. ഓക്കെ. അത് കൊള്ളാലോ. പിന്നെ എന്തൊക്കെയാ പരിപാടി? നിങ്ങൾ ഉണ്ടാക്കിയത് ഈ ബൈക്ക് എല്ലാം ഉണ്ടാക്കിയതാ? ഓക്കെ. കളക്ഷൻസാ? ചെറിയ മോഡലുകൾ. ഓ അത് ശരി. കൊള്ളാലോ. ഞാനൊരു ബൈക്കറും കൂടി അപ്പൊ ബൈക്ക് നമ്മുടെ ഒരു ക്രൈസ് ആണ്. ഓക്കെ 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 ഓക്കെ. അത് ശരി. അപ്പൊ ഇതെവിടെ ഈ ക്ലബ്ബ്? ഇവിടെ ക്ലബ്ബിൽ ഒത്തിരി മെമ്പേഴ്സ് ഒക്കെ ഉള്ളതാണ്. ഇന്ത്യക്കാരനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് ഹെലികോപ്റ്റർ. അത് ശരി. വാവ്, അടിപൊളി. ഇത് എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിനാണ്. 11 cc 4 സ്ട്രോക്ക്. ഓ അത് ശരി. ഇത് ശരിക്കുള്ള ഇത് അതേപോലെ സ്പാർക്ക് പ്ലഗ്, വാൽവ് എല്ലാം ഉണ്ട് അതേപോലെ തന്നെ. ഓക്കെ. അപ്പൊ ഇത് ഒരു വരുമാനത്തിന് വേണ്ടിട്ട് ചെയ്യുന്നതാണോ അതോ ഒരു ക്രൈസ്, ഒരു പാഷൻ? അത്രേ ഉള്ളൂ. അടിപൊളി. ഇതിനൊന്നും വരുമാനം കിട്ടില്ല, പൈസ. അതെ അതെ അതെ. 10 cc 2 സ്ട്രോക്ക് എഞ്ചിൻ. ഓ ശരി. ഇതിൽ ഇതേപോലെ സ്പാർക്ക് പ്ലഗ് എല്ലാം ഉണ്ട് ഇതേപോലെ തന്നെ. ചെറിയ മോഡൽ. ഇത് കാർബൺ. അല്ല, ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇത് ആ പ്ലെയിന് വാങ്ങി വെച്ചിരിക്കുന്നത് ഈ മോഡൽ. ഓ ഇതിന്. ഓക്കെ 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 ഓക്കെ. വാവ്, അത്യാവശ്യം 2 മീറ്റർ വിങ് സ്പാൻ ഉണ്ട്. അത്യാവശ്യം നല്ല 2 മീറ്റർ. അപ്പൊ കുറച്ച് വലുതാ. ഓ അത് ശരി. ഇതൊക്കെ ഏകദേശം 1500 അത്രയുള്ള വിങ് സ്പാൻ ഈ മോഡലൊക്കെ. ഇത് 1500 വിങ്ങിന്റെ കണക്ക് പറയാം. ഓക്കെ. 1500 2000. ഓക്കെ. ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയതാണ്? ചിലതൊക്കെ. ഓ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലേ ഇപ്പൊ? ഓ ഓക്കെ. ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇതേപോലെ തന്നെ CAD-ൽ വരച്ച ഡിസൈൻസ് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ വരച്ചിട്ട് ഇതിനുള്ള വുഡ് കിട്ടും. മേൽപ്പള്ളിൽ ഷോപ്പുകളുണ്ട്. സ്പെഷ്യൽ വുഡ് ഉണ്ട്, കാരണം വെയിറ്റ് ഇതിനെ കുറഞ്ഞത്. അങ്ങനെ വെയിറ്റ് ആണല്ലോ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം. പവർ ടു വെയിറ്റ് റേഷ്യോ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ. നമ്മൾ ഓരോ മെറ്റീരിയൽ നോക്കിയിട്ട് ഏറ്റവും വെയിറ്റ് കുറവുള്ളൂ എന്നാൽ ബലമുള്ളതും ചൂസ് ചെയ്തിട്ട് അതുപോലെ കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ലേസർ കട്ടിംഗ് മെഷീൻ ഉണ്ടായില്ല, അതിന് അത്ര ആക്യുറസി ഇല്ലാത്ത. കൂടുതലായിട്ട് ചെയ്ത് ഉണ്ടാക്കണം. അജിത്ത് എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാനിവിടെ പീറ്റർ മോട്ടോർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫോർഡിന്റെ ഡീലർഷിപ്പ്. അപ്പൊ ഞാൻ വേറൊരു കാര്യം അറിഞ്ഞായിരുന്നു. അത്യാവശ്യം ഇവിടെ മലയാളികളുടെ വണ്ടികളൊക്കെ സർവീസ് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞ അതുകൊണ്ടല്ലേ? അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനൊരാള് മാത്രമേ ഇവിടെ മലയാളി മെക്കാനിക് ആയിട്ടുള്ളൂ. ഗൈസ്, അപ്പോൾ അതൊരു പുതിയ അറിവാണ്. അതായത് നമ്മുടെ ബേൺസ്ഡേയിലെ ഈ ഒരു ഏരിയയിലൊക്കെ മലയാളികൾ ഇദ്ദേഹത്തിൻ്റെ അടുത്താണ്. പുള്ളി ഈ
ഫോർഡിൽ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് അതിനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ടൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനും പുള്ളിയെ കോൺടാക്ട് ചെയ്യാം. ഞാൻ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇട്ടോളാം. അപ്പം ഇതൊക്കെയാണ് അജിത്തിന്റെ വിശേഷങ്ങൾ. ഇങ്ങനെ ക്രേസ് ഉള്ള മലയാളികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളിയുടെ ഹെൽപ്പ്, പുള്ളിയുടെ അഡ്വൈസും കാര്യങ്ങളും ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ അജിത്തിനെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം കേട്ടോ അജിത്തെ. ഇത് അജിത്ത് തന്നെ ഉണ്ടാക്കിയ സാധനം. അപ്പൊ ഇതിന്റെ കവറൊക്കെ മേടിക്കുന്നതായിരിക്കും അല്ലേ? കവർ പല ഇതിൽ കിട്ടും. ഇത് നമുക്ക് കിറ്റ് ആയിട്ട് കിട്ടാം, സെറ്റ് ചെയ്ത് ഉണ്ടാക്കണം. സ്റ്റേബിലൈസർ സിസ്റ്റം ഉണ്ട് കണ്ട. ഓക്കെ. അല്ലാണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാ സ്പീഡിൽ അത് ഓടുമ്പോ ക്ലിയർ ആവും. എന്റെ അമ്മ നീ നോക്കാം. അടിപൊളി. വാവ്. ഓക്കെ. ഓക്കെ. അല്ല ഇവിടെ പറപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ. ഇത് വേണേ പറഞ്ഞു പോവും. ആണല്ലേ? പക്ഷെ നമുക്ക് സ്ഥലം വേണം അതിനുള്ളത്. പിന്നെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് അതിനകത്ത്. ആൾക്കാർ വണ്ടിക്ക് എന്ത് വെച്ചാലും നമുക്ക് ക്ലെയിം ചെയ്യാം. കാരണം നമ്മൾ അല്ല ഇതിനകത്ത് ഇങ്ങനെയുള്ള പറപ്പിക്കുമ്പോ വരുന്ന ഇത് അപകടങ്ങൾ എന്തൊക്കെയാ? ആൾക്കാരുടെ ദേഹത്ത് പോയി വീഴുക. അതേപോലെ ഒരു 3-4 ആൾ ഇതുപോലെ ഹെലികോപ്റ്റർ വെച്ചിട്ട് മരിച്ചിട്ടുണ്ട്. വേൾഡ് ഓവർ US 2-3 ആൾ മരിച്ചിട്ടൊക്കെ ഉണ്ട്. ശരി. സാധനം കുറച്ച് ഡേഞ്ചർ ആണ്. കാരണം സ്പീഡ് ഇതൊക്കെ നല്ല ഇത് അത്ര ഹൈ സ്പീഡിലുള്ളതല്ല, ബട്ട് നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ വന്ന് ക്രാഷ് ആയി കഴിഞ്ഞാൽ ശരിക്കും അതുപോലെ തന്നെ. അടിപൊളി. അപ്പൊ നമ്മുടെ ഹെലികോപ്റ്റർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയണ്ട, ഇവിടെ നമുക്ക് ഇത് പൊക്കാൻ പറ്റത്തില്ല. കാരണം ഇത് അതിനുള്ള ഒരു സ്പെസിഫിക് ഒരു ഏരിയ ഒക്കെ വേണം നമുക്കിത്. അത് കാരണം ജസ്റ്റ് ഞങ്ങള് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുകയാണ്. എന്നാ പറയുന്നത്, ഹോബി എന്ന് പറഞ്ഞു കഴിയുന്ന ഇതൊക്കെയാണ്. ഇതോടെ നമുക്ക് ഈ ഡ്രോൺ പറത്തനെ പോലും നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ ഉണ്ട് നമ്മുടെ ഇതിപ്പം. അപ്പം പുള്ളിയെ കോണ്ടാക്ട് ചെയ്യേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക. വണ്ടി നല്ല വണ്ടി മെക്കാനിക്കാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. താങ്ക് യു വെരി മച്ച്.